ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു ടി സ്ക്വയർ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിവൈസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് നമ്മുടെ കുഞ്ഞൻ ഡിവൈസ്. ഇപ്പോൾ ഇത് ബേസിക്കലി ഒരു ക്യാമറ മൊഡ്യൂളാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് പൈസയൊക്കെ മുടക്കി നമ്മൾ എന്ത് ചെയ്യും, CCTV കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിനി CCTV ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൊരു ഡിവൈസാണ് ഈ ESP32 CAM എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൊഡ്യൂൾ. വളരെ കോസ്റ്റ് എഫക്റ്റീവും കോമ്പാക്റ്റും ആയിട്ടുള്ളതും ഡിഫറൻ്റ് ആയിട്ടുള്ള IoT ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതായിട്ടുള്ള ഒരു ഡിവൈസാണ് ESP32 CAM എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതിൻ്റെ ഡിഫറൻറ്റ് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ പറയാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ESP32 CAM മൊഡ്യൂൾ എന്ന് പറയുന്നത്. സോ അധികം ടൈം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ബോർഡിലെ സ്പെസിഫിക്കേഷനെ കുറിച്ചൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാം. സോ മെയിനായിട്ട് നമുക്ക് ESP32 CAM എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൊഡ്യൂളിൽ യൂസ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്ന മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ESP ശ്രേണിയിൽ തന്നെയുള്ള ESP32S എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈക്രോ കൺട്രോളറാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സോ ESP32 ആണ്, നമുക്കറിയാം എന്താണ്, വൈഫൈ അവൈലബിൾ ആണ്. ഓൾസോ ബ്ലൂടൂത്ത് 4.2 അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസാണ് ഈ ഒരു ESP32 CAM എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിലെ മൈക്രോ കൺട്രോളർ ആയിട്ടുള്ള ESP32S ബ്ലൂടൂത്തും വൈഫൈയും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ള മൈക്രോ കൺട്രോളറാണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 160 MHz വരെ ക്ലോക്ക് ഫ്രീക്വൻസി ഉള്ളൊരു പ്രോസസ്സറാണ് ESP32S എന്ന് പറയുന്നത്. ഓൾസോ റാമിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 520 KB ഓഫ് റാമാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 520 KB റാം നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. ഇനി ഫ്ലാഷ് മെമ്മറിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 MB ഫ്ലാഷ് മെമ്മറിയാണ് നമുക്ക് 4 MB ഫ്ലാഷ് മെമ്മറിയാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിക്കുക. ജസ്റ്റ് ഫ്ലാഷ് മെമ്മറി എന്താണെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. ഈ ഒരു ഡിവൈസ് ബേസിക്കലി നമുക്കറിയാം, അതിൻ്റെ അകത്തൊരു മൈക്രോ കൺട്രോളർ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബോർഡിലേക്ക് നമ്മുടെ കോഡ്, ബേസിക്കലി ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അനുസരിച്ചിട്ടാണ്. പ്രോഗ്രാം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്പർ ഓഫ് ലൈൻസ്, അല്ലെങ്കിൽ ഒരു ലൈൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനാണ് നമ്മൾ ബേസിക്കലി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഗ്രാം നമ്മളൊരു മൈക്രോ USB കേബിൾ വഴി, നമുക്കറിയാം ബേസിക്കലി ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്രോസസ്സറാണ്, അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ ബോർഡാണിത്, ESP32S എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ്. ആൻഡ് ഇതിൻ്റെ ക്യാമറ ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. ഈ ഒരു ബോർഡ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിംഗ് ബോർഡ് നമുക്ക് കിട്ടും. ഇതിൽ നമ്മൾ മേടിക്കാൻ നമുക്ക് കിട്ടും, ഇതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. ഈ സാധനം നമ്മൾ ജസ്റ്റ് ഇതിൽ നിന്ന് മൗണ്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മൈക്രോ USB, നമ്മുടെ പണ്ട് നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന കേബിൾ വഴി നമ്മൾ കണക്ട് ചെയ്യും. ആൻഡ് നമ്മൾ ഒരു പ്രോഗ്രാം അതിൻ്റെ അകത്ത് എഴുതും. ആ പ്രോഗ്രാം നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യും, ഫ്ലാഷ് ചെയ്യും. അപ്പോൾ ആ പ്രോഗ്രാം ഫ്ലാഷ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ മെമ്മറിയാണ് നമ്മൾ ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത്. ആൻഡ് ആ മെമ്മറിയുടെ സൈസിനാണ് നമ്മൾ ഫ്ലാഷ് മെമ്മറി സൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് 4 MB ആണെന്നാണ് നമ്മൾ ഫ്ലാഷ് മെമ്മറി എന്നുള്ളതോട് ഉദ്ദേശിച്ചത്. സോ ബേസിക്കലി ഈ ഒരു ബോർഡിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്നുള്ള കാര്യം കൂടി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളിത് കോഡ് എഴുതും, ആ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യും, ഇതിലോട്ട് അപ്ലോഡ് ചെയ്യും. ഈ ഒരു ഡിവൈസ് എന്ത് ചെയ്യും, ആ പ്രോഗ്രാം അനുസരിച്ച് വർക്ക് ചെയ്യും. സോ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് എന്ന് നമുക്ക് ഈ ഒരു ഡിവൈസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറയ്ക്ക് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞ ESP32 CAM മൊഡ്യൂളാണ്. ദാറ്റ് ഈസ് ഇതിലേക്ക് നമ്മളൊരു ക്യാമറ കണക്ട് ചെയ്യും. ഇതിൽ നമ്മളിപ്പോൾ കറൻറ്റിലുള്ള ക്യാമറ എന്ന് പറയുന്നത് OV2640 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാമറ മൊഡ്യൂളാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു 2 MP ക്യാമറയാണ്. അധികം വലിയൊരു മെഗാപിക്സൽ എമൗണ്ട് ഒന്നല്ല, എങ്കിലും ഡീസൻറ്റ് ക്വാളിറ്റി ഉള്ള 2 MP ഒരു ക്യാമറയാണ് OV2640 എന്ന് പറയുന്നത്. അത് നമുക്ക് ഇതിനകത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇത്തരത്തിലൊരു ക്യാമറ ഇതിൽ അവൈലബിൾ ആണ്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് JPEG, ബിറ്റ്മാപ്പ്, ഗ്രേ സ്കെയിൽ പോലെയുള്ള ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമേജസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. 4 GB വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻബിൽട്ട് മെമ്മറി കാർഡ് സ്ലോട്ട് നമുക്കിതിൽ അവൈലബിൾ ആണ്. നമുക്കിതിനകത്തോട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ ഇതെന്ന് പറയുന്നത് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ളതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 GB വരെ സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്മറി കാർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഓൺ ബോർഡായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ആ ഒരു മെമ്മറി കാർഡ് നമുക്ക് എന്തിന് യൂസ് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സർവൈലൻസ് സിസ്റ്റമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മോഷൻ ഡിറ്റക്ട് ചെയ്തു, ആ സമയത്ത് ഇവൻറ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോഴത്തെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലിപ്പ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഓൺ ബോർഡ് സ്റ്റോറേജ് ആയിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് അല്ലെങ്കിൽ ഈ ഒരു മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ESP32 ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. UART, SPI, I2C പോലെയുള്ള ഡിഫറെൻറ്റ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ പോലെയുള്ള ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓൾസോ ഡിഫറെൻ്റ് ആയിട്ടുള്ള
GPIO പിൻസ്, ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബോർഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിതൊന്നും കേട്ട് ടെൻഷൻ അടിക്കേണ്ട. സംഗതി മൊത്തം നമ്മുടെ പരിപാടി മൊത്തം ഇരിക്കുന്നത് പ്രോഗ്രാമിലാണ്. നമുക്ക് മറ്റ് സെൻസറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പ്രോട്ടോകോൾസ്, ഈ പറഞ്ഞ ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബോർഡുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, സോ അതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇൻപുട്ടിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ ഈ ഒരു പറഞ്ഞ മൊഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് നമുക്ക് മൈക്രോ USB വഴി നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതായിട്ട് പവർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 5 വോൾട്ടിൻ്റെ ഇൻപുട്ട് ഉണ്ട്, അവിടെ നമുക്ക് 5 വോൾട്ട് ഇൻപുട്ട് കൊടുത്തിട്ടും ഈ ഒരു ബോർഡ് നമുക്ക് പവർ ചെയ്യാനായിട്ട് സാധിക്കും. 40.5/27/4.5 mm ആണ് ഈ ഒരു ബോർഡിൻ്റെ ഡയമെൻഷൻസ് വന്നിട്ടുള്ളത്. അത്രയും കോമ്പാക്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. കണ്ടെത്താൻ അറിയാലോ, എൻ്റെ കയ്യിൽ ഇത്രയും കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിവൈസാണ് ESP32 CAM എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഓൺ ബോർഡ് LED നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓൺ ബോർഡ് LED നമുക്ക് കാണാൻ സാധിക്കും. ഈ LED എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കൊരു ലൈറ്റായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ നമുക്കൊരു കോഡ് ഇതിനകത്ത് ഫ്ലാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഡ് വെച്ച് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ ഒരു LED ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ പറ്റും. അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ നമുക്ക് അതായത് ഞാൻ പറഞ്ഞ എല്ലാം പ്രോഗ്രാമിലാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് ഇതിൻ്റെ LED കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഓണാക്കാനും ഓഫാക്കാനും സാധിക്കും. സോ ഒരു ഓൺ ബോർഡ് LED നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. Arduino IDE സപ്പോർട്ട് ചെയ്യുന്നൊരു ഡിവൈസാണ് ESP32 CAM എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞതുപോലെ മൈക്രോ USB കണക്ട് ചെയ്ത് നമ്മൾ Arduino IDEയിൽ നമ്മുടെ കോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് ഫ്ലാഷ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത്രയാണ് ഇത് ഈ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് നമുക്കിനി ഇതിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ് കൂടെ പറഞ്ഞിട്ട് നമ്മുടെ ഡിസ്കഷൻസ് അവസാനിപ്പിക്കാം. ആദ്യമായിട്ട് പറയാനുള്ള അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സർവൈലൻസ് ക്യാമറ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഡിവൈസ് നമ്മുടെ വൈഫൈയിലോട്ട് കണക്ട് ചെയ്യാം. നമുക്ക് ലൈവായിട്ട് ഈ ഒരു ഡിവൈസിൽ നിന്ന് വരുന്ന ഫീഡ് മറ്റൊരു ഡിവൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. സോ ഞാൻ ഈ ഒരു ക്യാമറ എൻ്റെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്ത് ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്തോട്ട് വെക്കുകയാണെന്ന് വിചാരിക്കുക. എനിക്ക് എൻ്റെ റൂമിൽ ഇരുന്നിട്ട് തന്നെ സെയിം വൈഫൈയിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ ക്യാമറയിലുള്ള ഫീഡ് എന്താണോ അത് കാണാനായിട്ട് സാധിക്കും. സോ ലൈവായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സംഗതി മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലെ പ്രോഗ്രാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മോഷൻ ഡിറ്റക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ടൈമിലുള്ള അല്ലെങ്കിൽ ആ ഇൻസ്റ്റൻസിലുള്ള ആ ഒരു ഇവൻറ്റ് നമുക്കൊരു ഇമേജായിട്ട് ക്യാപ്ചർ ചെയ്ത് ഈ ഒരു SD കാർഡിൽ സൂക്ഷിക്കാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു ഡിവൈസിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ അവൈലബിൾ ആണ്. ആൻഡ് അങ്ങനെ നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറ മൊഡ്യൂൾ എന്ന് പറയുന്നത് OV2640 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഇത് ഒരിക്കലും ഒരു വലിയൊരു CCTV ക്യാമറ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വലിയ സിസ്റ്റത്തിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈവൻ ദോ ഒരു കുഴപ്പമില്ലാത്ത ഒരു ആൾട്ടർനേറ്റീവാണ്, അല്ലെങ്കിൽ ഒരു ചീപ്പർ ഓപ്ഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വില കുറച്ചിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഈ ഒരു ESP32 CAM എന്ന് പറയുന്നത്. എങ്കിലും ഇതൊരു DIY അല്ലെങ്കിൽ ഡു ഇറ്റ് യുവർ സെൽഫ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്, നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ OV2640 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 2 MP ക്യാമറ മൊഡ്യൂളിൻ്റെ ക്വാളിറ്റി, പിന്നെ ഇതിൻ്റെ റിലയബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെ ലൈക്ക് മറ്റൊരു ഹൈ എൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹിക്വിഷൻ, TP-Link പോലെയുള്ള വലിയ CCTV-കളായിട്ട് നമുക്കൊന്നും ഇത് ഉപമിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഇപ്പോൾ വൈഫൈയിൽ കാണുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പോർട്ട് ഫോർവേഡിങ് അല്ലെങ്കിൽ ഡൈനാമിക് DNS അല്ലെങ്കിൽ DDNS പോലെയുള്ള ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട്, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വൈഫൈ വഴി, നമ്മൾ വൈഫൈയിലേക്കാണ് ഓൾറെഡി സാധനം കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും, ഇപ്പോൾ നമ്മുടെ വീട്ടിലല്ല, ഈ വൈഫൈയുടെ റേഞ്ചിലല്ലാണ്ട് നമ്മൾ ഇരുന്നാലും ഈ ക്യാമറ എന്നുള്ള ഫീഡ് നമുക്ക് കാണാനുള്ള ഓപ്ഷൻസൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഈ ഒരു സർവൈലൻസ് ക്യാമറ എന്നുള്ള ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫിക്ക് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം ടൈം ലാപ്സ് എന്ന് പറയുന്നത് എന്താണ്, ചെറിയ ഇൻ്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്പർ ഓഫ് ഫോട്ടോസ് നമ്മൾ ക്യാപ്ചർ ചെയ്യും. ആ ഫോട്ടോസ് എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു വീഡിയോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടൈം ലാപ്സ് കിട്ടും. സോ അത്തരത്തിൽ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് ടൈം ലാപ്സ് വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഹോം ഓട്ടോമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ സർവൈലൻസിനായിട്ട് നമുക്ക് ഈ ക്യാമറ യൂസ് ചെയ്യാം, പെറ്റ് ക്യാമറയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൃഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്യാമറ മൊഡ്യൂളായിട്ട് അല്ലെങ്കിൽ അവരെ വാച്ച് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അതിനൊന്നും നമുക്ക് വലിയൊരു CCTV-യുടെ ആവശ്യമില്ല. ശരിക്കും ഈ ഒരു ചെറിയ ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ പുറത്തുനിന്നാണ് നടക്കുന്നുള്ള നമുക്ക് അകത്തിരുന്ന് കാണാൻ പറ്റും. സോ അത്തരത്തിലുള്ള ഇൻ്റഗ്രേഷൻ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ QR കോഡ് സ്കാനറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ലൈബ്രറീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് ഡിറ്റക്ഷൻ, നമ്മുടെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള അപ്ലിക്കേഷൻസിനൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ മൊഡ്യൂളിൻ്റെ ക്വാളിറ്റി പറഞ്ഞതുപോലെ തന്നെ
നൈറ്റിൽ വലിയൊരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. പകൽ സമയത്ത് അത്യാവശ്യം നല്ല ഡീസൻറ്റ് ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ നിന്ന് കിട്ടുന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. റോബോട്ട് വിഷന് നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് മൊഡ്യൂൾ തന്നെയാണ് OV2640 എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ നാട്ടിൽ നമ്മുടെ പറമ്പുകളിലൊക്കെ നമ്മൾ വൈൽഡ് ലൈഫ് നമ്മൾ നോക്കുന്നതിന് വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കൃഷിയുണ്ട്, അത് നമുക്ക് മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ കേട്ട സ്പെസിഫിക്കേഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പവർഫുൾ ഫീച്ചേഴ്സ് തരുന്ന ഒരു മൊഡ്യൂളാണ് ESP32 CAM എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, പ്രൈസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. ഈ ഒരു പ്രോഗ്രാമിംഗ് മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മൊഡ്യൂളും ഈ ഒരു ക്യാമറ മൊഡ്യൂളും കൂടെയുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 590-600 രൂപ റേഞ്ചിലാണ്. സോ ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് ESP32 CAM എന്ന് പറയുന്നത്. സോ അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഈ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ കോഡിങ് കാര്യങ്ങളൊക്കെ തന്നെ, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. ആൻഡ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ്. ആൻഡ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ആയിട്ടുള്ള UART, I2C പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ ഉണ്ടായിരിക്കില്ല. സോ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കണ്ടൻറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. സോ അത്രയാണ് പറയാനായിട്ടുള്ളത്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.